ഇന്ന് ഞങ്ങളെല്ലാവരും വൈകുന്നേരം ഒരു ടൈം പാസ് എന്ന രീതിയിൽ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പുഴയിൽ നല്ല വെള്ളമാണ്. ഇതൊരു ഡാമാണ്. ഡാം ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അത് കാരണം തീരെ ഒഴുക്കുമില്ല, നിറയെ വെള്ളവുമുണ്ട്. അപ്പോൾ ചേട്ടന്മാർ വലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മീനിൻ്റെ തീറ്റ എടുത്തിട്ടുണ്ട്. ഈ പുഴയിലെ വെള്ളം നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ മീൻ അധികം ഓടത്തില്ല. അത് കാരണം നമ്മൾ മീനെ ആകർഷിക്കാൻ വേണ്ടി കുറച്ചും കൂടി തീറ്റ കൊണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വല ഇത് ഉടക്ക് വലയാണ്, നീളത്തിലുള്ള ഉടക്ക് വല. ഉടക്ക് വല എന്ന് പറയുന്നത് മീൻ ഇതിൻ്റെ അടുത്തൂടെ ഇതിൻ്റെ സൈഡിൽ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഇതിൽ ഉടക്കി കിടക്കും. അങ്ങനെ അതിൽ ചത്ത് കിടക്കും. ചിലതൊക്കെ ചാകാണ്ടും കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ ഉടക്ക് വല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കരയിൽ നിന്ന് മറുകരയിലോട്ട് ഇതിനെ വലിച്ചു കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ അങ്ങോട്ട് നീന്തി പോകുന്നുണ്ട്. കന്നാസുകളോ ട്യൂബുകളോ ആൾ മുങ്ങി പോകാതിരിക്കാനുള്ള സംവിധാനത്തോടു കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. ജാക്കറ്റ് ഉണ്ടെങ്കിൽ അതുകൂടി ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഈ വല മാക്സിമം എത്ര നീളമുണ്ടോ അവിടെ കൊണ്ട് കെട്ടിയിട്ട് വരണം. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങ് എത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ ആഴം കുറവാണ്. ഈ പുഴയുടെ മറുവശത്താണ് നല്ല ആഴം വരുന്നത്. നമ്മുടെ അടുത്ത് ഏകദേശം ഏഴ് വലയോളം ഉണ്ട്. എല്ലാത്തിനും പല പല ലെങ്തുകളാണ്. അപ്പോൾ നമ്മൾ വന്ന ഉടനെ ഇവിടെ തന്നെ ഇറങ്ങി വരുന്ന വഴിയിൽ തന്നെ ഉറങ്ങിട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഈ സൈഡിൽ തന്നെ കുറച്ചും കൂടി മുമ്പോട്ടിടാമെന്ന് തീരുമാനിച്ചു. വെള്ളത്തിന് നല്ല ചൂടാണ്, അതുകൊണ്ട് മീൻ കുറവാണെന്നാണ് പറയുന്നത്. ഈ ഭാഗത്തോട്ടും 2-3 സ്റ്റെപ്പായിട്ട് വലകൾ ഇടണം. രണ്ടാമത്തെ വലയിടാനായിട്ട് ആൾ പോകുന്നുണ്ട്. എത്ര നീന്തൽ അറിയാവുന്ന ആളാണെങ്കിലും ജാക്കറ്റ് അല്ലെങ്കിൽ മുങ്ങിപ്പോകാതെ ഇരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് മാത്രമേ ഈ രീതിയിൽ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തളർച്ച വരുവാണെങ്കിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആ ഭാഗത്തായിട്ട് അടുത്ത വലയും കൂടി ഇട്ടു. ഇനി മറ്റുള്ള വലകളും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ മൂന്നാമത്തെ വല ഇടാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാൻ കുറച്ച് മീനിൻ്റെ തീറ്റ ഇട്ട് കൊടുത്തപ്പം ചെറിയ ചെറിയ മീനുകളൊക്കെ വരുന്നുണ്ട്. ഈ ചെറിയ മീനെ പിടിച്ചിട്ട് നമുക്ക് ചൂണ്ടയിടാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോഴൊരു വീശുവലയുണ്ട്, അതും കൂടി എടുത്ത് വീശുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ചെറിയ മീനെ മാത്രമേ കിട്ടത്തുള്ളൂ. നല്ല മഴക്കാലത്തൊക്കെ നമുക്ക് ഒരുപാട് വലിയ മീനെ കിട്ടും. അപ്പോൾ ഏകദേശം 2-3 മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾ വലയെടുക്കുന്നത്. രാത്രി 8 മണി ആകാറായിട്ടുണ്ട്. അപ്പോഴിപ്പോൾ വല വലിച്ചു കയറ്റി അതിനിപ്പം മീനെ എടുക്കുന്നില്ല. അതിനെ വീട്ടിൽ കൊണ്ടുപോയി അതിന് ശേഷം അവിടെ നിന്നാണ് മീനെ എടുക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം എല്ലാം ചെറിയ മീനുകളാണ്. ഒരു കൈയുടെ വലുപ്പമുള്ള ചെറിയ ചെറിയ മീനുകളാണ്. അപ്പോൾ ഇനി ഇതിനെ ഈ വലയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാം ഉടക്കി കിടക്കുകയാണ് വലയിൽ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള മീൻ. ഏകദേശം ഒരു 3-4 കിലോയോളം മീൻ കിട്ടിയായിരുന്നു ഇന്ന്.